ആനന്ദ് പുതൂറുണ്ട് കോഴിക്കോട്. ആനന്ദ്, സുരേഷ് ഗോപിയുടെ ദശാവതാര ക്ഷേത്ര ദർശനം കഴിഞ്ഞോ? മറ്റെന്തൊക്കെയാണെന്ന് പ്രധാനമായും കോഴിക്കോട് മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനം തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇപ്പോൾ അദ്ദേഹം 8 ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഇനി 2 ക്ഷേത്രങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തുടർന്ന് ഏകദേശം 11 കൂടി തന്നെ MT വാസുദേവരുടെ വസതിയിൽ സന്ദർശിക്കും. അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം സ്വച്ഛതാ മിഷൻ പരിപാടിയുടെ ഉദ്ഘാടനം വെസ്റ്റ് ഹിൽ സ്കൂളിൽ വെച്ച് നടക്കും. തുടർന്ന് ഒരു രാഷ്ട്രീയ പരിപാടി കൂടിയുണ്ട്. ശ്യാം പ്രതാപ് മുഖർജിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തതിനു ശേഷം 4 മണിയോട് കൂടി തന്നെ സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരതിൽ തിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു കുട്ടിക്ക് കൂടി സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യ വിഭാഗം എന്തായാലും കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് താഴെ തട്ടിലെ ആരോഗ്യ പ്രവർത്തകരടക്കം ഒരു നേതൃയോഗം വിളിച്ചു ചേർക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂർ സർവകലാശാലയുടെ തെരഞ്ഞെടുപ്പാണ് ഇന്ന്. 4 മണിയോട് കൂടി തന്നെ ഏകദേശം തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല കെ സുധാകരന്റെ കൂടോത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ, അതായത് സുധാകരനെ എതിരെ കൂടോത്രം വെച്ചു, ഓഫീസിലും വീട്ടിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂടോത്രം സ്ഥാപിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. മലപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു CITU പ്രവർത്തകർ തൊഴിലാളിയെ ആക്രമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. എന്തായാലും മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനം തന്നെയാണ്.